നമസ്കാരം. ഞാൻ വിനോദ് രവീന്ദ്രൻ, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളുമായാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്താണ് എനിക്ക് മനോജ് പൊൻകുന്നത്തിൻ്റെ കോൾ വരികയും ഗിരീഷ് ഏരിയയുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷന് വേണ്ടിയിട്ട് എന്നെ കൊച്ചിയിലേക്ക് ക്ഷണിക്കുകയും ഞാൻ അങ്ങനെ കൊച്ചിയിൽ വരികയും കഥ കേൾക്കുകയുണ്ടായി. കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷ്വൽസ് നമ്മുടെ മൈൻഡിൽ വരികയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഥ കേൾക്കുമ്പോൾ നമുക്ക് വിഷ്വൽസ് നമ്മുടെ മൈൻഡിൽ ഓടിക്കഴിഞ്ഞാൽ തന്നെ അത് ഏകദേശം ഓക്കെ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് സംസാരിച്ച് പിരിയുകയും പിന്നീട് 2-3 മാസത്തിന് ശേഷം ഗിരീഷ് എനിക്കൊരു പോസ്റ്റർ ഇട്ടിരുന്നു, ഐ ആം കാതരൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടിട്ട് എന്നോടൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യണ്ടാവില്ല. ഞാൻ പിന്നീട് ഇത് ഇങ്ങനെ ടൈറ്റിലൊക്കെ സൂം ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് ചെയ്തു, ഓ അത് ശരി, അപ്പോൾ നിങ്ങൾ തുടങ്ങിയല്ലേ, അപ്പോൾ കൺഗ്രാജുലേഷൻ എന്നുള്ള മെസ്സേജ് ഞാൻ പുള്ളിക്ക് അയക്കും. അപ്പോൾ പുള്ളി ഇത് കണ്ടിട്ട് തന്നെ ഇല്ലല്ല എനിക്ക് എന്നെ വിളിച്ചു, അല്ലല്ല അങ്ങനല്ല, ഇത് വേറെ പ്രോജക്റ്റാണ്, ഇതിന് ശേഷമേ നമ്മൾ തുടങ്ങുന്നുള്ളൂ, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൽ കുറച്ച് ഡിലേ ആവുന്നുണ്ട്, അതുകൊണ്ട് ആദ്യം ഇത് തുടങ്ങിയിട്ട് ഇതിന് ശേഷമേ നമ്മൾ അടുത്തത് ആരംഭിക്കുന്നുള്ളൂ എന്ന രീതി പുള്ളി പറയുകയും ചെയ്തു. പിന്നീട് എനിക്ക് കിട്ടിയ കോള് ബെന്നി കട്ടപ്പന എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, പുള്ളിയാണ് എന്നെ വിളിച്ചത്. പുള്ളി ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു, ഇപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. പുള്ളി പറഞ്ഞതുപോലെ നമ്മൾ ഗിരീഷിൻ്റെ പടം നമ്മളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാവന സ്റ്റുഡിയോസാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. കാര്യം ഭാവന സ്റ്റുഡിയോസ് നമ്മുടെ മൈൻഡിലുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്, അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ട് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ദിലീഷ് പോത്തൻ എന്താണ് ചെയ്യുന്നത്, പുള്ളിയുടെ അസോസിയേറ്റ്സുകൾ ആരൊക്കെയാണ്. അപ്പോൾ ഭാവനയെ പറ്റിയിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു ധാരണയുണ്ട്, ഇൻഡസ്ട്രിയിൽ മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആ സമയത്ത് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭാവന എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഐ എം വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ ബെന്നീച്ചൻ വരികയും സംസാരിക്കുകയും അപ്പോൾ നമ്മൾ ഹൈദരാബാദിലേക്ക് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോകണം എന്ന് തീരുമാനിക്കുകയും ഞാൻ ക്യാമറമാന് ബെന്നീച്ചൻ ഉണ്ടായിരുന്നു, ഗിരീഷ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ അസോസിയേറ്റ് രോഹിത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഹൈദരാബാദിലേക്ക് പോവുകയും അങ്ങനെ അവിടെ പോയിട്ട് ഓരോ IT കമ്പനികൾ, ആദ്യം നമ്മൾ നോക്കിയത് IT കമ്പനികൾ, എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, പിന്നീട് കല്യാണം നടക്കുന്ന സ്ഥലം, അവിടെ ഒരു തെലുങ്ക് വെഡ്ഡിങ്, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു തെലുങ്ക് വെഡ്ഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോയിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം പോകേണ്ടി വന്നു. ആദ്യം പോയി IT കമ്പനികളൊക്കെ കണ്ടു, പിന്നീട് അപ്പോൾ ചില ലൊക്കേഷനുകൾ കൺഫേം ആയിട്ടില്ല, പിന്നീട് പോയി വെഡ്ഡിങ് ഹൗസുകൾ കണ്ടു, അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇതിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോയി വരികയുണ്ടായി. അപ്പോൾ ഈ കഥ നടക്കുന്ന സ്ഥലം ഹൈദരാബാദ് ആണ് എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ട്. കാര്യം കിരൺ ജോഷി എന്ന റൈറ്റർ ഓൾറെഡി ഹൈദരാബാദിൽ പുള്ളി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, IT കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എഴുതിയ കഥയാണ് അത്. പിന്നീട് ഗ്രീഷുമായിട്ട് ഇരുന്നിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഹൈദരാബാദിൽ കണ്ടതിന് ശേഷം നമുക്ക് ബജറ്റ് വർക്കൗട്ട് ആയില്ല. കാര്യം IT കമ്പനിയുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ, ഇൻറ്റീരിയർ, അപ്പോൾ ഓൾറെഡി ഉള്ള വർക്ക് സ്പേസുകൾ ഭയങ്കര ചാർജിങ് ആണ്. നമ്മുടെ മലയാള സിനിമ എനിക്ക് തോന്നുന്നത് അഫോർഡ് ചെയ്യാൻ പാടായിരിക്കാം. അങ്ങനെ ഉള്ള ചാർജസ് വന്നതുകൊണ്ട് നമ്മൾ അതിന് പാരലായിട്ട് നാട്ടിൽ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം, എക്സ്റ്റീരിയർ മാത്രം നമുക്ക് ഹൈദരാബാദ് മാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നാട്ടിൽ അന്വേഷണം ആരംഭിച്ചു. ആലുവയിലാണ് സച്ചിൻ്റെയും എല്ലാവരുടെയും വീട്. സച്ചിൻ്റെ ബേക്കറി അവിടെയാണ്, സച്ചിൻ്റെ അച്ഛൻ നടത്തുന്ന ബേക്കറി ആലുവയിലാണ്, തൂണ്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കഥ നടക്കുന്നത് നാട്ടിൽ തൂണ്ടിൽ നിന്നാണ് ഒരു ഹൈദരാബാദിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കഥയിലുള്ളത്. അപ്പോൾ അങ്ങനെ ആലുവ പരിസരത്ത് പോയിട്ട് കുറേ വീടുകൾ, 2-3 വീടുകൾ ഞങ്ങൾ കാണുകയും അതൊക്കെ ഫിക്സായി. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IT കമ്പനി നമുക്ക് ഇവിടെ തന്നെ നോക്കാം, കൊച്ചി തന്നെ നോക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇവിടെ IT കമ്പനികൾ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു ടെസ്റ്റ് നടന്നത്. ഇവിടുത്തെ IT കമ്പനികളൊന്നും അപ്രൂവൽ കിട്ടുന്നില്ല, അത് ഭയങ്കര ടഫാണ്, ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ ഇപ്പോൾ ഒന്നിനും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അന്വേഷിച്ചു, കോഴിക്കോട് അന്വേഷിച്ചു, തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പോൾ നമുക്ക് ടെക്നോ പാർക്കിൽ IT കമ്പനി കിട്ടി. അപ്പോൾ എന്നാൽ പിന്നെ ടെക്നോ പാർക്കിലേക്ക് IT കമ്പനി ഒരു ഏകദേശം 7-8 ദിവസത്തോളം IT കമ്പനി ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാക്കിയുള്ള ഷൂട്ടുകളും പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ വീടുകൾ, ഇപ്പോൾ ആലുവ എന്നുള്ള വീടുകൾ നമ്മൾ തിരുവനന്തപുരത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം സിറ്റി ഏരിയകളിലൊക്കെ നമ്മൾ വീടുകൾ അന്വേഷിച്ചു, ഒന്നും സെറ്റാവുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും എൻ്റെ അസോസിയേറ്റിൻ്റെ സ്ഥലം വിതുര എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് അവിടെയും പുള്ളി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ 1-2 വീടുകൾ നമുക്ക് കിട്ടി. പക്ഷെ ദൂരം, സിറ്റിയിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഡെയിലി വരേണ്ടി വരും, ദൂരമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം പോയി വീടുകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് 3 വീടും ഒരു സ്ട്രീറ്റിൽ തന്നെ കിട്ടുകയുണ്ടായി.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരം തന്നെ ഫിക്സ് ചെയ്തു. പിന്നീട് നമുക്ക് ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആയിരുന്നു തെലുങ്കു വെഡ്ഡിങ് നടക്കുന്ന ട്രഡീഷണൽ ഹൗസ്. അത് ഗിരീഷിന്റെ മനസ്സിലുള്ളത് ഒരു മൺ റോഡ് ഉണ്ടാവണം, ഫ്രണ്ടിൽ നിറയെ ഫ്രണ്ടേജ് ഉണ്ടാവണം, ട്രഡീഷണൽ ഹൗസ് ആയിരിക്കണം, തെലുങ്കു സ്റ്റൈലിലുള്ള വെഡ്ഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവണം. മീൻസ് ഡെക്കറേഷൻ, കല്യാണം നടക്കുമ്പോൾ അതിനായിട്ടുള്ള ടിപ്പിക്കൽ ട്രഡീഷണൽ വെഡ്ഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ തെലുങ്കു കൾച്ചറൽ സാധനം ആയിരിക്കണം എന്നുള്ളത് ഗിരീഷ് നിർബന്ധമായിരുന്നു. അങ്ങനെ അത് അന്വേഷിച്ച് നടന്നിട്ട് നമ്മൾ 2-3 സ്ഥലത്ത് പോയിട്ട് നമുക്കത് വർക്കായില്ല. മൺ റോഡ് ഉണ്ടാവില്ല, ഫ്രണ്ടേജ് ഉണ്ടാവില്ല. അവസാനം എൻ്റെ മനസ്സിൽ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അത് കിട്ടാൻ കാര്യം, ഞാൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ശങ്കറിൻ്റെ പടം ഇനിയും റിലീസായിട്ടില്ല, ഗെയിം ചേഞ്ചർ എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യണ്ടായി. അപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഷംസാബാദ് എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ആ പടത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത ആ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ ക്ലൈമാക്സ് സെറ്റ് ഇടുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷൂട്ടിംഗ് ഹൗസ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയും ഞാൻ അവിടെ ഗിരീഷിനെ അവിടെ കൊണ്ടുപോയി കാണിക്കുകയും ഗിരീഷിനും ക്യാമറമാനും ട്രഡീഷണൽ ഹൗസാണത്, ഷൂട്ടിംഗ് ഹൗസാണ്, അത് ഇഷ്ടപ്പെടുകയും അവിടെ ഞങ്ങൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ അത്യാവശ്യം പടത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവളെ മീറ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് വളരെ കളർഫുള്ളാണ്. കല്യാണമാണല്ലോ. അപ്പോൾ തെലുങ്കു കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മളെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരുപടി മുമ്പായിരിക്കും കളേഴ്സും എല്ലാം. അപ്പോൾ അങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ള ഡെക്കറേഷൻസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ തെങ്ങിൻ്റെ ഡെക്കറേഷനൊക്കെ ലൈവായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ അത് ഏകദേശം ഒരു 5 ദിവസം നീണ്ടു നിന്ന ഷൂട്ടായിരുന്നത്. അപ്പോൾ അതിൽ പൂവൊക്കെ വാടാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതും കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം വാടുന്നതനുസരിച്ച്. നല്ല വെയിലുള്ള സമയമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ നമ്മളൊരു 4-5 ദിവസം സെറ്റ് വർക്ക് ചെയ്യുകയും അതങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4-5 ദിവസം കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ വണ്ടി ഓടിച്ച് കയറ്റുക എന്നുള്ളതും പിന്നെ ഒരു പ്രതിമ, ആ പ്രതിമയും വളരെ കോമഡി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സേഫ്റ്റി സൈഡ് എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഉടയുന്ന പ്രതിമയൊക്കെ ആകുമ്പോൾ നമ്മൾ സേഫ്റ്റി സൈഡ് 2-3 എണ്ണം ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 എണ്ണം ചെയ്ത് വെച്ചു. പക്ഷേ ഇത് ഒറ്റ ടേക്കിൽ തന്നെ അത് സംഭവം വേറെ ഉടയ്ക്കേണ്ടി വന്നില്ല. അവസാനം ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ തന്നെ ഉടച്ചിട്ട് വരേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. കല്യാണത്തിലേക്ക് പോകുന്ന ട്രാവൽ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിറ്റിയിൽ നിന്ന് റാമോജിയിലേക്ക് പോകുന്ന വഴി സെലക്ട് ചെയ്യും. അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങൾ മൺ റോഡുകളൊക്കെ വേണം എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പൊടി പറക്കണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൺ റോഡുകൾ അന്വേഷിച്ച് കുറേ ഗ്രാമങ്ങൾ അന്വേഷിച്ച് പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അവിടുത്തെ ലോക്കൽ ടീമിനെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ നമുക്ക് ചില മാപ്പുകൾ, റോഡ് മാപ്പുകൾ, ഇതുവഴി വന്നാൽ മതി, അതുവഴി പോയാൽ മതി എന്നൊക്കെ അന്വേഷിച്ച് നമ്മളിങ്ങനെ റോഡ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതേപോലെ ആ പടത്തിൽ സംഭവിച്ച കണക്ക് തന്നെ മാപ്പ് കട്ടാവുകയും ഒരു വയലിൽ ചെന്ന് കയറുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് പറ്റിയതാണ് അത് പിന്നീട് സിനിമയിലേക്ക് ആഡ് ചെയ്തത്. അങ്ങനെ ഹൈദരാബാദിലേക്ക് ബാക്കിയുള്ള ലൊക്കേഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയും കഥയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനായിരുന്നു സച്ചിൻ്റെ ബാച്ചിലർ ഹൗസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുകയും അങ്ങനെ നമുക്ക് ഒരു ബാച്ചിലർ താമസിക്കുന്ന 2-3 ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു വീട് കണ്ടെത്തുകയും അവിടെ ഒരു ടെറസും ഒരു റൂം മാത്രം, ബെഡ്റൂമും കിച്ചണും എല്ലാം കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂം കിട്ടുകയും അത് നമ്മൾ അവിടെ നിന്നാൽ തന്നെ നമുക്ക് ഹൈദരാബാദിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്ലേസസ് കാണാൻ പറ്റും. അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ആ ലേക്കിൽ ലൈറ്റ്സിൻ്റെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ റിഫ്ലക്ഷനൊക്കെ കിട്ടി. അങ്ങനെ നല്ല ഫ്രെയിമിന് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടുകയും അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ബാച്ചിലർ ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റിലുള്ള ഫ്ലാറ്റിലെ അവളുടെ ടെറസ് കാണുകയും അപ്പോൾ തുണി വിരിക്കാൻ വരുമ്പോൾ ഇവിടുന്ന് ബൈനോക്കുകളിൽ നോക്കുമ്പോൾ കാണണം എന്നുള്ളൊരു ആദ്യമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അനുസരിച്ച് അങ്ങനെ ഒരു വിൻഡോ ചെന്നപ്പോൾ തന്നെ ആ വീട്ടിൽ തന്നെ ആ വിൻഡോ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് കുറേ ഫ്ലാറ്റുകളുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫ്ലാറ്റ് കിട്ടുകയും അങ്ങനെ ആ സീൻ അത് വളരെ ഭംഗിയായിട്ട് വരികയും ചെയ്തു. പിന്നീട് ഹൈദരാബാദിലെ റോഡ് സൈഡ് സീക്വൻസുകൾ, കടകൾ, ജെറോക്സ് കടകൾ, പിന്നീട് ചായക്കടകൾ, അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നസ്ലിനെ ആരും ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നസ്ലിനെ എത്ര അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ലാത്ത സമയമായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പക്ഷെ ക്യാമറ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ അടുത്ത് വന്നു. ക്യാമറയുടെ ബാക്കിൽ കംപ്ലീറ്റ് ആളുകളായിരുന്നു. പക്ഷെ ഇവരെ ആരും അറിയാത്തതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഷൂട്ട് പോയി. ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുകയും അങ്ങനെ പോവുകയും ചെയ്തു. പക്ഷെ ഇനി അത് നടക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ കംപ്ലീറ്റ്
തെലുങ്കു ആൾക്കാർ നസ്ലിനെ ഏറ്റെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീടുള്ളത് ഹൈദരാബാദ് കറങ്ങി കാണുന്നു. ഇവരെല്ലാവരും കൂടെ കുടുംബസമേതം കറങ്ങി കാണുന്നു. അപ്പോൾ ഹൈദരാബാദിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കാണുന്നു എന്നുള്ള രീതിയിലൊരു വിഷ്വൽസ് ഉണ്ട്, സോങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോയിട്ട് ഹൈദരാബാദിന്റെ ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച നിയമസഭാ മന്ദിരം, അതിൻ്റെ അടുത്തുള്ള അംബേദ്കർ സ്റ്റാച്ചു, ബോട്ട് റൈഡ് ഉണ്ട് റിവറിൽ. അതൊക്കെ നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് കൂടി തന്നെയാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മെയിൻ അട്രാക്ഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് തന്നെ അവരുടെ പെർമിഷൻ വാങ്ങിച്ച് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവരുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്, ഗവൺമെന്റ് സൈഡിൽ നിന്നും. പിന്നീട് ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നതാണ് ചാർമിനാർ. അപ്പോൾ ചാർമിനാറിന്റെ പെർമിഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പുറയിൽ 1-2 സ്ട്രീറ്റിന്റെ ഇടയിൽ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ പുറയിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ ക്രോസ് ചെയ്ത് ആൾക്കാർ വന്നു. എന്താണ് പരിപാടി? ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യാൻ അധികം പെർമിഷൻ ഇല്ല, ഗവൺമെൻറ് സൈഡിൽ പെർമിഷൻ ഇല്ല. അപ്പം നിങ്ങൾ ആരാണ്? ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളിവിടെ സലീം ഭായിയുടെ ആൾക്കാരാണ് പറഞ്ഞു. അപ്പോൾ ഈ സലീം ഭായ് ആരാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പുള്ളിയാണ് ആ ഏരിയയിലെ ഒരു ഗുണ്ടയാണ്, പുള്ളി പഴയ ഗുണ്ടയാണ്. ഇപ്പം പക്ഷേ പുള്ളി റിട്ടയർഡ് ആയെന്ന് തോന്നുന്നു, ഗുണ്ട പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഈ പെർമിഷൻ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചെങ്കിലേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ സലീം ഭായിയെ കാണാൻ പോയി. സലീം ഭായിയെ കാണാൻ പോകുന്ന ഒരു മാർക്കറ്റിൻ്റെ നടുക്ക് മട്ടനൊക്കെ കട്ട് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ അകത്താണ് പുള്ളിയുടെ സ്ഥലം, പുള്ളിയുടെ ഓഫീസ് പോലെ. അപ്പം പുള്ളി പണ്ടെങ്ങോ ഒരു പടമൊക്കെ ചെയ്ത് പുള്ളിയുടെ മകനെ കൊണ്ട് പടമൊക്കെ ചെയ്തിട്ട് പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെ കണ്ട് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പറഞ്ഞു ഈ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയും. ഇടയ്ക്ക് പുള്ളി റിക്വസ്റ്റ്, പുള്ളിയുടെ മകൻ സിനിമ നടനാണ്, പുള്ളിക്ക് എന്തെങ്കിലും ചാൻസ് കൊടുക്കണം. അവസാനം വരെ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു, കള്ളത്തരം പറഞ്ഞ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവസാനം ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ലൊക്കേഷൻ കാണാൻ പോയിട്ട് സലീം ഭായിട്ട് പോയിട്ട് കണ്ടിട്ട് നമ്മൾ കാറിൽ കയറുന്നതിന് മുമ്പേ സലീം ഭായി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെയും അടിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി വിട്ട് ആ ഏരിയ വിട്ട് ഓടി വരികയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 99544422. പിന്നീട് ചെന്നൈ പോർഷൻസ്, ചെന്നൈയിൽ ഇവൻ ചാനലിന്റെ കൈയടിക്കാൻ വേണ്ടി മാത്രമുള്ള തൊഴിലാളിയായി പോകുന്നതും അത് നമ്മൾ ഫ്ലവേഴ്സ് ചാനലിലാണ് ചെയ്തത്. ഫ്ലവേഴ്സ് ചാനലിന്റെ ഫ്ലോറിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത LED സ്ക്രീനിലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്, ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതും നല്ല രീതിയിൽ വന്നിരുന്നു. പിന്നീട് അതിൻ്റെ ചെന്നൈയുടെ ബാക്കിയുള്ള ബീച്ച് സൈഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയൊക്കെ നമ്മൾ പെർമിഷൻ അത്യാവശ്യം ഇൻഫോം ചെയ്തു എന്നല്ലാണ്ട് ലീഗലായിട്ട് അതിൻ്റെ പെർമിഷൻ ഒന്നും എടുക്കാതെ തന്നെയാണ് ജസ്റ്റ്. അപ്പോൾ നസ്ലിനൊന്നും ആരും അറിയത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ പുള്ളി ഇറക്കി വിടും, ക്യാമറയിൽ കാറിൽ പോയിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ ചെയ്തതാണ്. അതൊക്കെ ഒരു ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത സീക്വൻസുകളാണ് അതൊക്കെ. പിന്നീട് ഇതിൽ എടുത്തു പറയുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ഹൗസ്. ആക്ച്വലി ഈറോഡ് എന്നാണ് കഥയിൽ പറയുന്നതെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തത് പൊള്ളാച്ചിയിലാണ്. അത് നല്ലൊരു ലൊക്കേഷനാണ്. ആ സ്ഥലം എൻ്റയർലി നല്ലൊരു അറ്റ്മോസ്ഫിയറും കുന്നുകളും തെങ്ങ്, അങ്ങനെ വളരെ കളർഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മലയോട് ചേർന്നിട്ടുള്ളൊരു ചെറിയ വീട് കിട്ടുകയും അവിടെ നമ്മൾ അത്യാവശ്യം സെറ്റ് വർക്കുകളും പാർട്ടി മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ കുറേ അങ്ങാടി മരുന്നിൻ്റെയൊക്കെ ചെടികളൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ, അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓലയിട്ടതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ ഓടായിരുന്നു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം അത് മാനേജ് ചെയ്ത് ഓല വെട്ടി അതിൻ്റെ മുകളിലൊക്കെ ഇട്ടത് മാനേജ് ചെയ്ത് നമ്മൾ ചെയ്തു. അതിനുശേഷം അവിടെ തന്നെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനും ഷൂട്ട് ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നത് പൊള്ളാച്ചി ടു നമ്മുടെ പാലക്കാട്, ആ റൂട്ടിലാണ് നമ്മൾ ട്രെയിൻ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. 2 ദിവസം ഏകദേശം വേണ്ടി വന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം. ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ട്രെയിൻ വന്നു. അപ്പോൾ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ നോക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ എൻജിൻ്റെ, അല്ലെങ്കിൽ ആക്ച്വലി കയറാൻ പെർമിഷനൊന്നും എല്ലാവർക്കും. അപ്പം നമ്മൾ ഈ സ്പീഡ് പറയാൻ വേണ്ടിയിട്ട് വാക്കി ടോക്കി ആയിട്ടൊക്കെ കയറിയിട്ട് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡിയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സ്പീഡ് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡിലേക്ക് പോയി ചേട്ടാ ഇപ്പോൾ കുറയ്ക്കൂ എന്ന് പറയുമ്പോൾ ഡ്രൈവർ അത് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ പൈലറ്റ് എന്നാണ് പറയുന്നത്, ഡ്രൈവർ എന്നല്ല പറയുന്നത്, പൈലറ്റ്.
അപ്പോൾ പുള്ളിയാണത് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്. ആക്ച്വലി ഇവർക്ക് സ്പീഡ് കുറയ്ക്കാൻ അത് സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ച് കുറയ്ക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഷൂട്ടിംഗ് ആയതുകൊണ്ട് നമ്മളാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു നമുക്കൊക്കെ. എഞ്ചിൻ റൂമിൽ കയറുക, ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് വ്യൂ കാണുക എന്നുള്ളതും. പിന്നെ അവിടെയും ചാലഞ്ചിങ് ആയിട്ടുള്ളത് ആ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. അത് അജ്മൽ സാബ് അത് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്തു. ആ ലൈറ്റ്, പോസ്റ്റ് ടു പോസ്റ്റർ ലൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നീട് നമുക്ക് ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്, പിന്നീട് എയർപോർട്ട്. ഇതൊരു ടാസ്ക് ആയിരുന്നു. കാര്യം എയർപോർട്ട് എവിടെ പോയാലും നമുക്ക് ഭയങ്കര കോസ്റ്റ് ആവുന്നുണ്ട്. പെർ അവറൊക്കെയാണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനെ എയർപോർട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു IT കമ്പനി നമുക്ക് എയർപോർട്ടാക്കി മാറ്റിയാലോ എന്നുള്ളൊരു ഐഡിയ വരികയും, അപ്പോൾ അങ്ങനെ ഒരു IT കമ്പനിയുടെ റിസപ്ഷൻ ഏരിയ നമ്മൾ എയർപോർട്ടാക്കി മാറ്റുകയും അവിടെ ആ ഡിസ്പ്ലേ സൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്ത്. ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങും ഒക്കെയുള്ള ഡിസ്പ്ലേ നമ്മൾ 2-3 LED സ്ക്രീൻസൊക്കെ വെച്ചിട്ട് മാച്ച് ചെയ്യുകയും, പിന്നെ യൂണിഫോം ഒക്കെ ഉള്ള ആളുകളെ ജൂനിയേഴ്സിനൊക്കെ വെച്ച് ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായത്. അതും പടത്തിൽ നന്നായി വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെങ്കിലേ അത് എയർപോർട്ടല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്താണെന്ന് മനസ്സിലാവും. പിന്നീട് ആ എയർപോർട്ടിലുള്ള വഴികൾ, അതും ഇതേപോലെ ഒരു റൗഡി ടീമിൻ്റെ പെർമിഷൻ കൂടിയാണ് നമ്മൾ എയർപോർട്ടിൽ ഇപ്പോൾ ഉള്ള ഹൈദരാബാദ് എയർപോർട്ട് തൊട്ടപ്പുറത്തുള്ള റോഡുകളാണതും. അതിലേതൊരു കണക്ഷൻ റോഡുകളൊന്നും ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആ ഏരിയയൊക്കെ ഫ്രീ ആയിട്ട് റേസിങ്ങിനൊക്കെ ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണത്, ബൈക്ക് റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യുകയും, പമ്പാവാസൻ ഫോളോ ചെയ്ത് പുറകെ വരുന്നത് ചേസ് നടക്കുന്ന സീക്വൻസ് ഒക്കെ അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുപോലെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്, പടം ഇത്രയും വിജയിക്കാൻ കാരണം ഇതിൽ ഞാൻ റോൾ ചെയ്തു ബൗൺസറായിട്ട് റോൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ട്രഡീഷണൽ വെഡ്ഡിങ്, തെലുങ്ക് വെഡ്ഡിങ് ഉണ്ടാവുമല്ലോ, അതായത് അതിൻ്റെ പൂജാരിയായിട്ട് ഞാനായിരുന്നു. അപ്പോൾ ഗിരീഷ് എന്നോട് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾക്ക് ഇതിൽ ഡബിൾ റോളാണ്. ഒന്ന് പൂജാരി, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ പൂജാരിയും സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബൗൺസറും, അതാണ് റോൾ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ട്രഡീഷണൽ കണ്ടാൽ മനസ്സിലാവും, പക്ഷെ അത് എഡിറ്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അത് എഡിറ്റർ എന്തോ എന്നോടുള്ള വിരോധം കാരണം അത് കട്ട് ചെയ്തതാണ്. പൂജാരിയായിട്ട് ഞാനായിരുന്നു. അപ്പോൾ ബൗൺസറായിട്ട് എന്നെ കാണുമ്പോൾ നസ്ലിൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പ്രതാപനോട് പറയും ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം പറയും അതെ നമ്മുടെ പൂജാരിമാരൊക്കെ ഇപ്പോൾ ബൗൺസർ ആവാൻ തുടങ്ങിയോ എന്നുള്ള രീതിയിലൊരു ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ എഡിറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്ത്യ ഒട്ടാകെ കൊണ്ടാടിയ ഒരു സിനിമയാണ് പ്രേമലു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. സഫാരി ചാനലിൻ്റെ ലൊക്കേഷൻ ഹണ്ട് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷം.